ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ രക്തകുളം എന്ന പേരിൽ ഒരു കുളമുണ്ട്. ഇത് അതിപുരാതനമായ ഒരു യക്ഷിക്കഥയുടെ ബാക്കി പത്രമാണ്. ആ കഥയാണ് ഇന്നത്തെ കഥയമാമയിൽ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമാമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ചോറ്റാനിക്കര മകത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. ഇന്ന് അതേ ചോറ്റാനിക്കര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ അതിൻ്റെ മറ്റൊരു വശം പരിശോധിക്കാവുന്ന ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെയധികം പ്രശസ്തമായിട്ടുള്ള കഥയാണ്. ചോറ്റാനിക്കര അമ്മയും യക്ഷിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു കഥ. ഇത് നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. അവിടെ ഗുപ്തൻ നമ്പൂതിരി എന്ന് വിളിക്കപ്പെടുന്ന കഥകളി ഭ്രാന്തുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം ഒരിക്കൽ തൃപ്പൂണിത്തുറ കോവിലകത്തേക്ക് കഥകളി കാണാനായിട്ട് രാത്രി ഇറങ്ങി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ദേവീ മഹാത്മ്യം ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നു. തൻ്റെ ഗുരുനാഥനെ കണ്ട് അത് ഏൽപ്പിക്കുക, അത് കഴിഞ്ഞ് കഥകളിക്ക് പോവുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഘോരമായിട്ടുള്ള വനം കണ്ടു എന്നാണ്. അവിടെ നിന്ന് അതിസുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അദ്ദേഹത്തിന് നേരെ നടന്നു വരുന്നു. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരു വാരസ്യാരാണ്. എൻ്റെ പേര് കാമാക്ഷി വാരസ്യാർ എന്നാണ്. ഞാനും കഥകളി കാണാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ആരും ഇല്ലാത്തത് കൊണ്ട് തനിച്ച് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് കരുതി മാറി നിന്നതാണ്. അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എന്നെ കൂടി ഒപ്പം കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഈ ഗുപ്തൻ നമ്പൂതിരിയോട് ഈ ഒരു വാരസ്യാർ ചോദിക്കുന്നുണ്ട്. ഗുപ്തൻ നമ്പൂതിരി കുറച്ചൊക്കെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോവാം, ഒരുമിച്ച് തിരിച്ചു വരാം, ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഈ ഗുരുനാഥൻ്റെ കയ്യിൽ ഈ ഗ്രന്ഥം ഒന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അതുവരെ ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ ഒരുമിച്ച് യാത്ര തുടങ്ങി എന്നാണ്. പലപ്പോഴും ഈ വാരസ്യാർ ഈ നമ്പൂതിരിയെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഈ ഗ്രന്ഥമൊക്കെ പിന്നെ കൊടുത്താൽ പോരെ, ഇത് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ പോവാം, ഇപ്പം തന്നെ കഥകളി തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത്രയധികം ഗുരുഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് ഇത് താഴെ വയ്ക്കാൻ പാടില്ല എന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് മാത്രമേ ഞാൻ തിരിച്ചു വരൂ എന്ന് അദ്ദേഹം ദൃഢനിശ്ചയത്തോടു കൂടി അവരോട് പറയുകയും ചെയ്തു. ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം പിന്നീട് കാമാക്ഷി അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും പറയുകയും ചെയ്തില്ല. അങ്ങനെ ഗുരുനാഥൻ്റെ ഇല്ലെത്തി അവിടേക്ക് ഇദ്ദേഹം കാമാക്ഷിയെ ക്ഷണിച്ചു. അപ്പോൾ വാരസ്യാർ പറഞ്ഞു, ഞാൻ അകത്തേക്കൊന്നും വരുന്നില്ല, ഞാൻ പുറത്ത് നിന്നോളാം, അങ്ങ് പോയിട്ട് ഗ്രന്ഥം കൊടുത്തിട്ട് വരൂ എന്നാണ്. അങ്ങനെ ഗുരുനാഥനെ കണ്ട് നമസ്കരിച്ച് ഗ്രന്ഥമൊക്കെ കൊടുത്തു. പോവാൻ ധൃതിപ്പെടുന്ന ഗുപ്തനെ നോക്കിയിട്ട് ഗുരുനാഥൻ ചോദിച്ചു, ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? അപ്പം അദ്ദേഹം പോയ വഴിയിലുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഞാനൊരു വാരസ്യാരൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് അദ്ദേഹം പടിപ്പുരയിലേക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കി എന്നാണ്. എന്നിട്ട് ഗുപ്തനോട്, എന്നെ തൊട്ടുകൊണ്ട് കാമാക്ഷി ഒന്ന് നോക്കിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ഗുരുനാഥനെ സ്പർശിച്ചുകൊണ്ട് വാരസ്യാരെ നോക്കി അദ്ദേഹം അവിടെ കണ്ടത് ഘോരരൂപിണിയായിട്ടുള്ളൊരു യക്ഷിയാണ് എന്നാണ്. അപ്പം അദ്ദേഹം അത്യധികം ഭയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാണ് യക്ഷി എന്ന് മനസ്സിലാവുന്നു. ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് എന്നെ യക്ഷിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യക്ഷിയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചാൽ എൻ്റെ കുടുംബത്തിന് യക്ഷിശാപം ലഭിക്കും, എൻ്റെ വരുന്ന തലമുറയ്ക്ക് പോലും അതിൻ്റെ ബാധ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ ചോറ്റാനിക്കര ഭഗവതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അങ്ങോട്ട് പൊക്കോളൂ എന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ഗുരുനാഥ, അവൾ എന്നെ പിച്ചി കീറി കൊല്ലില്ലേ, എങ്ങനെയാണ് ചോറ്റാനിക്കര വരെ എത്തുക എന്ന് ചോദിച്ച സമയത്ത് ഗുരുനാഥൻ കുറച്ച് കല്ല് ജപിച്ചു കൊടുത്തു എന്നാണ്. ഈ കല്ല് പുറകിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ദൂരം യക്ഷി പുറകിലേക്ക് പൊക്കോളും, ധൈര്യമായിട്ട് ചോറ്റാനിക്കര എത്താം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി. യക്ഷി പുറകെ വരുന്നുണ്ട്. കാമാക്ഷിയായിട്ട് തന്നെയാണ് വരുന്നത്. ആദ്യമൊന്നും ആ രൂപമൊന്നും യക്ഷി കാണിച്ചില്ല. പക്ഷേ കല്ലൊക്കെ എറിയാൻ തുടങ്ങിയത് കണ്ടപ്പോൾ താൻ ആരാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലായ സമയത്ത് ആ യക്ഷി അവരുടെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് പുറകിലോടി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പരിഭ്രമത്തിനിടയ്ക്ക് ഗുരുനാഥൻ ജപിച്ചു കൊടുത്ത കല്ലൊക്കെ അവസാനിക്കുകയും ചോറ്റാനിക്കരയിലേക്ക് ഇനിയും ബഹുദൂരമുണ്ട് എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം അദ്ദേഹം അവിടെ കണ്ടിരുന്ന ഒരു മനയിലേക്ക്, പള്ളിപ്പുറം എന്നാണ് ആ മനയുടെ പേര്, ഇന്നും ഈ മനയൊക്കെ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇതൊക്കെ കഥ മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പള്ളിപ്പുറത്ത് മനയിലേക്ക് പോകുന്നു. അവിടുത്തെ തിരുമേനി രാവിലത്തെ സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞ് ഈറൻ തോർത്ത് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ജപിച്ച തോർത്ത് കയ്യിൽ വെച്ച് ഓടിക്കോളൂ, തന്നെ ഒരു രക്ഷയും തൊടില്ല. ചോറ്റാനിക്കര എത്തുമ്പോൾ ഇത് വിഴുപ്പ് തോർത്തായതുകൊണ്ട് ഇത് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കുക, അമ്പലത്തിനകത്തേക്ക് കയറിക്കൊള്ളുക,
ഒരിക്കലും ഒരു യക്ഷിക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ധൈര്യമൊക്കെ കൊടുത്തു തിരുമേനി. ഇദ്ദേഹം ഈ ജപിച്ച തോർത്തുമുണ്ട് വീശിക്കൊണ്ട് അദ്ദേഹം ഓടാൻ തുടങ്ങിയതാണ്. ആ മഹാത്മാവിൻ്റെ തപശക്തി കൊണ്ടായിരിക്കാം യക്ഷിക്ക് അദ്ദേഹത്തെ സ്പർശിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തുന്നു. ആ സമയത്ത് അമ്മയുടെ രാവിലത്തെ അഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കേണ്ട സമയമാണ്. ഒന്നാമത്തെ കാല് അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് വയ്ക്കുന്നു. അപ്പോഴാണ് ഓർമ്മ വരുന്നത് കയ്യിൽ വിഴുപ്പ് തോർത്തുണ്ട്. രണ്ടാമത്തെ കാല് വെക്കുന്നതിന് മുമ്പായിട്ട് വിഴുപ്പ് തോർത്ത് കളയുന്നതോടുകൂടി യക്ഷി രണ്ടാമത്തെ കാലിൽ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ലളിതാ സഹസ്രനാമവും സൗന്ദര്യലഹരി ഒന്നും ഓർമ്മ വന്നില്ല. ആകെ ഓർമ്മ വന്നത് അമ്മേ എന്ന് ഉറക്കെ വിളിക്കാനാണ്. അമ്മേ, എന്നെ രക്ഷിക്കണേ എന്ന് ആ വിഗ്രഹത്തിലേക്ക് നോക്കി ആ ഗുപ്തൻ നമ്പൂതിരി ഉറക്കം നിലവിളിച്ച സമയത്ത് ദേവി പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ യക്ഷിയെ നിഗ്രഹിച്ചു എന്നാണ് കഥ. ഞാൻ കഴിഞ്ഞ തവണ പള്ളിപ്പുറത്ത് മനയിൽ പോയ സമയത്ത് അവിടുത്തെ തിരുമേനി ഒരു ശ്ലോകം അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. ഭഗവതി ഈ ഒരു യക്ഷിയെ വധിക്കുന്നതിന് മുമ്പായിട്ട് യക്ഷിയോടൊരു കാര്യം പറഞ്ഞിട്ടാണ് യക്ഷിയുടെ തല അറുത്തത് എന്നാണ്. ആ ശ്ലോകം ഏതാണ്ട് പള്ളിപ്പുറത്ത് മരുവും ഭൂസുരാഢ്യൻ തള്ളിക്കളഞ്ഞ വിടുമോശ വിഴുപ്പിനോളം കള്ളി നിനക്ക് ബഹുമാനമതില്ല എങ്കിൽ കാണാം അതിൻ്റെ ഫലം എന്നാണത്രേ. എന്നുവെച്ചാൽ പള്ളിപ്പുറത്തെ തിരുമേനി ജപിച്ചു കൊടുത്ത വിഴുപ്പ് തോർത്ത് കയ്യിലുണ്ടായിരുന്നപ്പോൾ നീ അവനെ തൊട്ടില്ല. എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഭക്തനെ തൊടണമെന്നുണ്ടെങ്കിൽ നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ട്, അതിൻ്റെ ഫലം നീ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ആ യക്ഷിയെ നിഗ്രഹിച്ചത് എന്നാണ് സങ്കല്പം. അത് കഴിഞ്ഞ് അമ്മയുടെ ആ ഉടവാള് അവിടെ കുളത്തിൽ പോയി കഴുകിയെന്നും തിരിച്ചു വന്ന സമയത്ത് അമ്മയ്ക്ക് വീണ്ടും ഒരു അഭിഷേകം വേണമെന്ന് താല്പര്യപ്പെടുകയും ഇന്നും ചോറ്റാനിക്കരയിൽ 2 അഭിഷേകം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നേ ദിവസം അമ്മയുടെ ഈ യക്ഷിയായിട്ട് ബന്ധപ്പെട്ട കഥയുടെ സ്മരിച്ചുകൊണ്ട് ഏതൊരാപത്ത് വരുമ്പോഴും ആ അമ്മ മാത്രമാണ് ആശ്രയമായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യത്തോടു കൂടി ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.